fresh and amazing episode of Induleka Bringa Oil Filmy Bazaar. An ultimate entertainment updates from movies. Alright, നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ഐശ്വര്യ 1 gram ഡിസൈനർ ജ്വല്ലറി മുല്ലയ്ക്കൽ ആലപ്പുഴ പ്രൊവൈഡ് ചെയ്യുന്ന മനോഹരമായ ഗിഫ്റ്റ് ആണ്. സോ വേഗം തന്നെ വിളിക്കുക, ഗിഫ്റ്റ് ഒക്കെ അടിച്ചു മാറ്റുക, ഉത്തരം പറയുക. അപ്പൊ തന്നെ ഗിഫ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ചാർലിയുടെ എന്താണ് സ്വാതി ഹാപ്പി ന്യൂസ്? ഒരു ഹാപ്പി ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർലി ഫസ്റ്റ് മൂവിയാണ് ജാപ്പനീസ് സബ് ടൈറ്റിലൂടെ ജാപ്പാനിൽ ഇറങ്ങുന്ന ഒരു മൂവിയാണ്. എന്തായാലും അത് എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റിലീസ് ആദ്യമായിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചാർലി അത്രമാത്രം ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സ്റ്റേറ്റ് അവാർഡുകളൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു എന്റർടൈനർ ആയിരുന്നു ചാർലി. അതിലെ എല്ലാവരും ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി അതിനകത്തിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ഡയറക്ടർ ആണെങ്കിലും പാർവതി ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അല്ലെ, മലയാളത്തിൽ നിന്ന് ഒരു മൂവി അങ്ങനെ ഒരു റിലീസ് അവിടെ വരിക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ജപ്പാനിൽ ഒരു കിനേക തിയേറ്റർ, അതെ തിയേറ്ററിലാണ് ഇത് റിലീസ് ആയിരിക്കുന്നത്. സോ എനിവേസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ദുൽഖറിന്റെയും ഇനിയും ഒരുപാട് മൂവീസ് ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പാർവതിയും ഇനി ഈ ഡയറക്ടറുടെയും ഒരുപാട് മൂവീസ് ഇനിയും ഫെർദർ അല്ലെ റിലീസ് ആവട്ടെ. നമ്മളിപ്പം ഇനി ഈ ഒരു ഹോളിഡേ മൂവി നമ്മൾ ഇനി കാത്തിരിക്കുന്നതാണ് കലിയാണ് ദുൽഖറിന്റെ. ദുൽഖർ ആൻഡ് സായി പല്ലവി കോമ്പിനേഷനിലുള്ള ദുൽഖർ എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഫ്ലെക്സിബിൾ ആയി ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അതുപോലെ തന്നെ സായി പല്ലവിയും. സോ രണ്ടുപേരുടെ ഒത്തുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ എന്താണ് അതിന്റെ അതിലെ സോങ്സ് ആയാലും ട്രെയിലേഴ്സ് ആയാലും ഇപ്പൊ തന്നെ അത്രമാത്രം ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ദുൽഖർ എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ റൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ കോൾ ആണ്. ജപ്പാനിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. ഹലോ നമസ്കാരം, വെൽക്കം ടു ഇതിലേക്ക് ബ്രിങ്ക ഓയിൽ ഫിലിമി ബസാർ. അപ്പൊ നമ്മളിപ്പോ ആ ഒരു ഹാപ്പി ന്യൂസ് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വ്യൂവേഴ്സിനോട്. എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ ജപ്പാനിൽ നിന്ന് വിളിക്കുന്നത്, ടോക്കിയോയിലാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചേട്ടനിൽ നിന്ന് കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂസ് നിങ്ങളെ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആക്ച്വലി ഈ ഒരു ന്യൂസ് ഫിലിമി ബസാർ എന്നുള്ള പ്രോഗ്രാമിൽ കൂടെ തന്നെ പറഞ്ഞാൽ കൊള്ളാമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കോളിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആക്ച്വലി ഇവിടെ സെല്ലുലോയിഡ് ജപ്പാൻ എന്നുള്ള ഒരു മൂവി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലീസിംഗ് കമ്പനി ഇവിടെ റൺ ചെയ്യുന്നത് ജപ്പാനിൽ ലാസ്റ്റ് 2 വർഷമായിട്ട്. അപ്പൊ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാല് നാട്ടിലുള്ള നല്ല ഹിറ്റ് ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് ജപ്പാനിലേക്ക് കൊണ്ടുവന്ന് ജപ്പാനിലുള്ള ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അതിന്റെ. ചേട്ടാ ഒന്ന് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ജപ്പാനിൽ ജനുവരി റിലീസ് ചെയ്തിരുന്നു. ആ മൂവി കാണാൻ വേണ്ടി കുറെ മലയാളീസ് ഉണ്ടായിരുന്നു, ജാപ്പനീസ് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ജാപ്പനീസ് ആൾക്കാർക്ക് പ്രത്യേകിച്ച് അത് വളരെ ഒരു അട്രാക്ഷൻ ആയിരുന്നു ആ മൂവി ആക്ച്വലി. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഞങ്ങള് ചാർലി മൂവി എന്തുകൊണ്ട് നമുക്ക് ജാപ്പനീസ് സബ്ടൈറ്റിൽ ചെയ്തെടുത്തുകൂടാന്നുള്ള ഒരു ഐഡിയ വന്നു. ഞങ്ങൾ ആക്ച്വലി ജപ്പാനിലുള്ള ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ഡോസോ ഫിലിംസ് എന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങളിപ്പോ ഈ സബ്ടൈറ്റിലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തിയേറ്ററിലാണ് ചേട്ടാ അവിടെ റിലീസ് ആയിരിക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി നമ്മുടെ മലയാളം വെർഷൻ വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഇവിടെ സിറ്റി എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിലാണ് ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജപ്പാനിൽ തന്നെ ഉള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയേറ്ററാണ് കിനക്ക എന്ന് പറഞ്ഞ തിയേറ്ററാണ്. ടോക്കിയോയിലുള്ളതാണത്. വളരെ പണ്ട് മുതലുള്ള വളരെ ഫേമസ് മൂവീസ് ഒത്തിരി വന്നിട്ടുള്ള ഒരു തിയേറ്ററാണത്. മെയ് 15-നും മെയ് 29-നുമാണ് ഇപ്പൊ ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത്. കാരണം മലയാളത്തിൽ നിന്നൊരു മൂവി അവിടെ റിലീസ് ആവുക എന്ന് പറയുന്നത് ആക്ച്വലി മലയാളം സബ്ടൈറ്റിൽ ചെയ്ത് ജാപ്പനീസിൽ ഇറക്കുന്ന ആദ്യത്തെ മലയാളം മൂവി കൂടിയാണ് ചാർലി. അപ്പൊ നമുക്കതിൽ വളരെയധികം അഭിമാനിക്കാം. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സന്തോഷ വാർത്ത വ്യൂവേഴ്സിനോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഫിലിമി ബസാറിന്റെ ക്രൂസിന്റെ വകയും ഞങ്ങളുടെ വകയും സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു.
താങ്ക് യു സോ മച്ച് വളരെ നല്ല പ്രോഗ്രാമാണ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ, ഞങ്ങൾ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. എനിവേസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് മൂവി അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നമ്മളൊരു പറയാൻ പോകുന്ന ഒരു ഹിറ്റ് മൂവിയാണ്, ഒരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് മൂവി എന്നൊക്കെ തന്നെ പറയാം അല്ലേ. കമൽ സർ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. ഇതിനകത്തിൽ ആരെയൊക്കെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞതിന് ശേഷം അതാണ് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ആ ഒരു മൂവി എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. റിയലിസ്റ്റിക് മൂവി ആകുമ്പം ആരുടെ മൂവി ആണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുകയായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ഒരു റൈറ്റർ തന്നെയാണല്ലേ മാധവിക്കുട്ടിയുടെ ഒരു ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ ഇത്. സ്റ്റോറിയാണ്. കമല സുരയ്യായിട്ട് ചെയ്യുന്നത് വിദ്യാബാലനാണ്. സോ എന്തായാലും ഒരു അത്രയും ഒരു എഫക്റ്റോട് കൂടിയുള്ള ഒരു നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ഫിലിം ചെയ്യണമെന്ന് മനസ്സിൽ കണ്ട സമയത്ത് മലയാളത്തിൽ ഒരു നായികമാരെയും മനസ്സിൽ വന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു ആപ്റ്റ് ചോയ്സ് തന്നെയാണ്. ഒരു രൂപം വന്നത് വിദ്യാബാലനാണെന്നാണ് പറഞ്ഞത്. ഓൾറൈറ്റ്, അപ്പം തന്നെ വിളിക്കുക, ഗിഫ്റ്റ് അടിച്ച് മാറ്റുക. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന ന്യൂസ് പൃഥ്വിരാജ് ആൻഡ് വിദ്യാബാലൻ മൂവിയുടെ കാര്യമാണ്. കമൽ സർ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. വിദ്യാബാലൻ നേരത്തെ ഒരു മൂവി കമൽ സാറിന്റെ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫിലിം ആയിരുന്നു അത്, ചക്രം. പക്ഷെ റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും അല്ലേ. ഒരു ശക്തമായ ഒരു ക്യാരക്ടറിലൂടെ തിരിച്ചു വരികയാണ് വിദ്യാബാലൻ. എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കമൽ സർ ചൂസ് ചെയ്തതും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. ഓക്കെ, എന്താ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇപ്പൊ കമൽ സാറിന്റെ മൂവിയുടെ കാര്യമാണ്. മുരളി ഗോപിയാണ് നമ്മുടെ വിദ്യാബാലന്റെ ഹസ്ബൻഡ് റോളിൽ. കമല സുരയ്യയുടെ ഭർത്താവായ മാധവ് ദാസിന്റെ റോളിലെത്തുന്ന മുരളി ഗോപി ഏത് റോളിലായിരിക്കും? ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. ഒരു കമല സുരയ്യയുടെ എന്താ പറയാ ജീവിതത്തെ അത്രയും സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയുടെ റോളിലാണ് പൃഥ്വിരാജ്. കൂടുതലും ഒരു ബുക്ക് മുഴുവൻ വായിച്ചു കേൾപ്പിക്കണ്ട. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എല്ലാ ബുക്സും വായിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്. അതെല്ലാം തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പൺ റൈറ്റർ ആണെന്ന് തന്നെ പറയാം അല്ലേ. എല്ലാം തുറന്നെഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. എനിവേസ്, അപ്പൊ എന്തായാലും ആ ഒരു മൂവി എന്ന് പറയുന്നത് 2 ഘട്ടമായിട്ട് മാധവിക്കുട്ടിയുടെ ജീവിതത്തെ 2 ഘട്ടമായിട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്യുന്നത്. പിന്നെ കമൽ സാർ പറഞ്ഞത് ഇത് ആ ഒരു കമല സുരയ്യയുടെ ജീവിതം എടുക്കാനുള്ള ഒരു ഫിലിമായിട്ട് എടുക്കാനുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഇപ്പോഴാണ് എന്നാണ് പറയുന്നത്. അപ്പൊ റൈറ്റ് ടൈം തന്നെയാണ്. ഒക്ടോബറിലാന്ന് തോന്നി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇല്ല, ഞാൻ DJ വിളിക്കാറുള്ളെന്ന് പറയുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാനിരിക്കുന്ന മൂവിക്ക് മുമ്പ് ഈ മൂവിക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും ഇപ്പോഴേ നൽകുകയാണ്. ഒക്ടോബറിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിവേസ്, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു ഒരാളെ സജസ്റ്റ് ചെയ്ത കാര്യം. സായി പല്ലവിയെ മണിരത്നം സാറിന്റെ മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്തത് ആരാണ്? സുഹാസിനി മാം ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ സജസ്റ്റ് ചെയ്തെങ്കിലും വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്, അതായത് ഓഡീഷനൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് സായി പല്ലവിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരാണ് നായകനായിട്ട് വരുന്നത്? കാർത്തിയാണ് ആ മൂവിയിൽ നായകനായിട്ട് വരുന്നത്. കാർത്തി ഒരു പൈലറ്റ് ആയിട്ടും സായി പല്ലവി ഒരു ഡോക്ടറുടെ റോളിലുമാണ് ഈ മൂവിയിലെത്തുന്നത്. ഒരു പ്യുവർ ലവ് സ്റ്റോറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു വെയിറ്റഡ് മൂവി തന്നെയായിരിക്കും. എന്തായാലും ഇത് നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ വെൽക്കം ടു ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ ഫിൽമി ബസാർ. ആരാ സംസാരിക്കുന്നേ? ഹലോ, എന്റെ പേര് അമ്മു. അമ്മു എവിടുന്നാ വിളിക്കുന്നേ? വർക്കല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ, കുസൃതി ചോദ്യത്തിലേക്ക് പോകാം. എന്തൊരു സന്തോഷം എൻ്റെ അമ്മേ, ഇങ്ങനെ ഭയങ്കര. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. കുസൃതി ചോദ്യമാണ്. അയ്യോ, ക്ലൂ ഇല്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, മനുഷ്യന്മാര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മരം. കുറെ മനുഷ്യന്മാർ തന്നെ കുറച്ചധികം മനുഷ്യന്മാര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മരമാണ്. ചിലപ്പോ കുറച്ച് പേരായി എന്നൊക്കെ വരാം. അല്ല, ചിലപ്പോ കുറച്ച് പേരായി എന്നൊക്കെ വരാം. ഓഹോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. ഹലോ അമ്മു. സാരമില്ല കേട്ടോ. അപ്പൊ ഫിൽമി ബസാർ ഡെയിലി കാണുക, ഇനിയും വിളിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ഗിഫ്റ്റ് ഒക്കെ അടിച്ചു മാറ്റുക. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ.
എന്തായാലും അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മൂവി അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, അത് മറ്റേ മൂവീൻ്റെ നമ്മൾ ആ കാർത്തി ആൻഡ് സായി പല്ലവി കോമ്പിനേഷൻ മൂവിയുടെ കാര്യം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയും മാത്രം നമുക്ക് മനസ്സിലായി, സായി പല്ലവിയാണ് കാർത്തികിനൂടെ കോമ്പിനേഷൻ വരുന്നതെന്നുള്ള കാര്യത്തിൽ അതെ സായി പല്ലവി ഇങ്ങനെ അല്ലേ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നോക്കാം അല്ലേ. ഞാൻ ഗിഫ്റ്റ് കൊടുക്കൂല. ഓ ഇവിടെ സ്വാതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരാണ് ആൻസർ പറയാത്തതെന്ന്. എനിക്ക് എല്ലാം മനസ്സിലായി സ്വാതിയുടെ കളത്തിൽ. വേണ്ട, എന്തൊക്കെയോ സ്വാതി ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്നും വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മൂവി അപ്ഡേറ്റിലേക്ക് പോവാം. യന്ത്രൻ 2 അതിലാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അനദർ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണത്. അതിലിപ്പം ഞാൻ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്, നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനെ കുറിച്ചാണ്. അക്ഷയ് കുമാറിന്റെ സ്റ്റില്ലൊക്കെ ഞാൻ പേടിച്ചു പോയി. അതിലൊരു ഭ്രാന്തനായ ഒരു സയന്റിസ്റ്റിന്റെ വേഷമാണ് അക്ഷയ് കുമാർ ചെയ്യുന്നത്. അതെ, ആ ഈ ഒരു ഭ്രാന്തനായ സയന്റിസ്റ്റ് ഒരു സംഭവം അതെ 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 ഒരു സംഭവം കണ്ടുപിടിച്ചു പുള്ളി. അതങ്ങോട്ട് പാളിപ്പോയി. അതിലൂടെയാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം എന്നൊക്കെയാണ്. ഒരു ഭീകര ജീവി ഉണ്ടാവുകയാണ്. ഓ എന്റെ അമ്മ എന്തായിരിക്കും അല്ലേ, പേടിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഹൊറർ ഫീലൊക്കെ തോന്നിക്കുന്ന ഒരു സ്റ്റില്ലായിരുന്നു അക്ഷയ് കുമാറിനെ ഞാൻ കണ്ടത്. നിനക്ക് പേടിയൊന്നുമില്ല, എന്തായാലും എനിക്ക് തോന്നി. അപ്പോൾ അക്ഷയ് കുമാർ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിൽ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കോടികൾ അല്ലേ സെറ്റ് ഇട്ടേക്കുന്നതൊക്കെ ഒത്തിരി കോസ്റ്റ് മുടക്കിയിട്ടാണ്. അതുപോലെ 350 കോടി അത് മൂവീൻ്റെയാണ്. സോ എന്തായാലും ഇപ്പം ഡൽഹിയിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു അനദർ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഇത് യന്ത്രൻ 2. സോ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ഇതിലേക്ക് ബ്രിങ്ക ഓയിൽ ഫിലിമി ബസാർ. ആരാ സംസാരിക്കുന്നത്? അഞ്ജലി. അഞ്ജലി എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂരിന്ന്. ഓക്കെ, നമ്മുടെ കുസൃതി ചോദ്യത്തിലേക്ക് പോട്ടെ. ഓ, മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. സമരം. വയ്യ, ഞാൻ മനഃപൂർവ്വം ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്യാഞ്ഞതാണ്. പോട്ടെ അല്ലേ, ആവല്ലേ. റെഡിയാണോ? ഓഹോ ശരി, ഇപ്പൊ ശരിയാക്കി തരാം. അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി. അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി. നാഴി. മിനിറ്റ്. പറ്റത്തില്ല. ഈ കളിയിൽ ഇങ്ങനൊന്നും ഇല്ല. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. എന്തെങ്കിലും ഒരു ക്ലൂ തരുമോ? ടിക് ടിക് 4 ഇല്ല. ടിക് ടിക് 5. അല്ല അല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു നാഴിയുടെ മുമ്പിലൊക്കെ ചേർക്കാണ്. എന്തിന്റെ മുമ്പില്? മര്യാദക്ക് ആദ്യം ഒരു ഗിഫ്റ്റ് അടിച്ച് മാറ്റി ഒരു ആൻസർ ഒക്കെ പറഞ്ഞതായിരുന്നു. അപ്പൊ എന്താ ചെയ്യണ്ടേ? അത് അപ്രൂവ് ചെയ്യണോ? അല്ല, ഞാന് പോസ്റ്റ് BSc നഴ്സിംഗ് പഠിക്കാണ്. എന്താണ്? BSc നഴ്സിംഗിന് പഠിക്കാ. ഓക്കെ. അല്ല അതുകൊണ്ട് ഗിഫ്റ്റ് വേണ്ടെന്നാണോ? ഗിഫ്റ്റ് വേണോ? ഞാൻ എടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓൾറൈറ്റ്, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഗിഫ്റ്റ് കിട്ടുമല്ലോ അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കിട്ടും, പേടിക്കണ്ട. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും വിളിക്കാം, നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുക. എന്താണ്? അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ. സെയിം ടു യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ഓൾറൈറ്റ്, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ആയിരുന്നു, ഒരു ഹിറ്റ് സോങ് ആയിരുന്നു അല്ലേ കാലത്തെ. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ ഫിലിമി ബസാറൂടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഇസ് നിഷ ആൻഡ് സ്വാതി സൈനിങ് ഓഫ്. ബൈ ബൈ.